ഇന്ന് ഞാനൊരു പാൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നത്. അതെങ്ങനെ തയ്യാറാക്കുകയെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഞാനിവിടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി ലൂസാവേണ്ടതുണ്ട്. നമ്മൾ ദോശയുടെ ബാറ്റർ അല്ല, നല്ല ലൂസായിട്ടാണ് ഇത് കിട്ടേണ്ടത്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഇത് കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. മറിച്ചും തിരിച്ചും നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് സൂപ്പറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും എന്ത് വേണോ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.